നമ്മളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കേക്ക് കൊടുക്കുന്ന സമയത്ത് അപ്പോഴാണ് ചിന്തിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവുമോ, ഇങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യമൊക്കെ ചെയ്ത് നോക്കുക ആ സമയത്തായിരിക്കും കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. മാളുവിൻ്റെ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലേ ഡാൻസിൻ്റെ, അപ്പോൾ അവളെ 18ാമത്തെ പിറന്നാളാണ്. അപ്പോൾ ഞാനൊരു കേക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു 2 ടയർ ചെയ്തിട്ട്, അതായത് 7 ഇഞ്ചിലും താഴെ 7 ഇഞ്ചിൽ മേലെ 5 ഇഞ്ചിൽ 2 തവണയായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഹൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 1.5 kg ബാറ്ററാണ് നമ്മൾ എടുത്തത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു 2 kgൻ്റെ അടുത്ത് വരുമല്ലോ. 2 kgൻ്റെ അടുത്തല്ല, ഒരു 1.25 കിലോ നമുക്ക് അതിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഐസിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ വളരെ 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 ഡീറ്റെയിൽ ആയിട്ടൊരു ബേക്കിംഗ് ക്ലാസ് പോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് പലർക്കും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി. സക്സസ് ആയിട്ട് എത്രയോ കാലമായിട്ട് ശ്രമിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ സക്സസ് ആയിട്ട് ചെയ്തത് എന്നൊക്കെ പറയുമ്പം അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഐസിങ് വീഡിയോയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ ഒന്നിൻ്റെയും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പോപ്പുലർ വീഡിയോയിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അതുകൊണ്ട് ഈ ഒരു ഐസിങ്ങിൻ്റെ ഡീറ്റെയിൽസോ ടിപ്സോ അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ലേ. ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ ചെയ്തേ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഇതിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയാണ് എന്താ വെച്ചാൽ അത്രയും ഇന്നലത്തെ ആ ഒരു ദിവസം പോലെ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത്രയും തിരക്ക്, എനിക്ക് കാലെല്ലാം നിലത്ത് പതിക്കാൻ പോലും വയ്യാത്ത അത്രയും തിരക്കുള്ള ദിവസമായിരുന്നു. കുറേ കേക്ക് കൊടുക്കാനുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാണല്ലോ, സ്പഞ്ചിൻ്റെ വീഡിയോയുടെ സോറി കേട്ടോ, സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴാണ് ഓർത്തത്, എടുത്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വാനില എസൻസ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ മാംഗോ എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോൾ തോന്നി ഓരോ ലെയറിലും ഓരോ ഫ്ലേവർ കൊടുക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ക്രഷ് ഉണ്ടോ അതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഫില്ലിങ്സ് ഒന്നും കൊടുത്തില്ല. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം സ്പഞ്ചിൽ നമ്മൾ മാംഗോൻ്റെ എസൻസ് കൊടുത്തിട്ടുണ്ട്, ഷുഗർ സിറപ്പിൽ നമ്മൾ മാംഗോൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോരോ സ്പഞ്ചിലും നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് മിൽക്ക് മെയ്ഡും അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ക്രഷും, അതായത് പിസ്ത, ബ്ലൂബെറി, സ്ട്രോബെറി, പൈനാപ്പിൾ, ഈ ഒരു 4 ക്രഷും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് ഫൈനൽ ഔട്ട്പുട്ട് ഈ ടേസ്റ്റുകളൊക്കെ സെറ്റായിട്ട് വായിൽ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പുറത്തല്ലല്ലോ, നമ്മളെ വീട്ടിൽ തന്നെയുള്ളൊരു കാര്യമല്ലേ, തൊട്ട മുന്നിൽ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണേ. അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മളെ കസാട്ട കേക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. കസാട്ട കേക്ക്, വേറെ ഏതായിരുന്നു, കിഫായ കേക്ക്, അതൊക്കെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്ന കേക്കാണല്ലോ. വേറെ വിസിലടിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ. സോറി, വേറെ വഴിയില്ല, വോയിസ് കൊടുക്കാനായിട്ട് വേറൊരു ടൈം എനിക്ക് കണ്ടെത്താനേ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൾട്ടി ടാസ്കിങ് ആണ്. അങ്ങനെ നമ്മൾ ഈ കേക്കെല്ലാം സെറ്റാക്കി അത് 4 ലെയറാണ് വന്നിട്ടുള്ളത്. 4 ലെയറിൽ താഴത്തെ കേക്ക് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. എൻ്റെ ഉദ്ദേശം പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാനൊരു സ്റ്റെൻസിൽ 135 രൂപയും കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയി വാങ്ങി വെച്ചിട്ട്. അതിന് മുമ്പ് ഞാൻ വേറൊരു സ്റ്റെൻസിൽ വാങ്ങിച്ചപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ പക്ഷേ അതിൻ്റെ മുകളിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാതെയാണ് ചെയ്തത്. പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മെറ്റീരിയൽസിൻ്റെ വ്യത്യാസമാണോ അതും എനിക്കറിയില്ല കേട്ടോ. എനിക്കതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. അതൊക്കെ സ്വന്തം കാര്യത്തിന് വരുമ്പോൾ മാത്രമാണ് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മളതിൽ എക്സ്പേർട്ട് ആവട്ടെ എന്നിട്ട് കൊടുക്കാമല്ലോ വിചാരിക്കും. അങ്ങനെ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റെൻസിൽ എടുത്തിട്ട് ആ ഒരു വർക്ക് ചെയ്ത് നോക്കാം. അഥവാ പണി പാളിയാലും നമ്മളെ സ്പാച്ചുല ഡിസൈൻ ഉള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഈ സ്പാച്ചുല ഡിസൈന്, ഓയിൽ ബ്രഷ് ഡിസൈന്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഒരുവിധം ബേക്കറിനൊക്കെ തട്ടിമുട്ടി പോകാൻ പറ്റിയൊരു ചാൻസ് ആണല്ലോ അല്ലേ. അങ്ങനെ അതുപോലെ നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്ത് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മേലത്തെ കേക്ക് ഉണ്ടല്ലോ, അതിൽ ചെയ്ത സമയത്ത് ഞാൻ തലേന്ന് ബീറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കേക്കിൻ്റെ ബാക്കി ക്രീമാണ് ഇട്ട് കൊടുത്തിരുന്നത്.
അതുകൊണ്ട് തന്നെ അത് തികഞ്ഞില്ല. നമ്മൾ ഫൈനൽ കോട്ട് ക്രം കോട്ട് എന്ന് പറഞ്ഞ് 2 തവണയായിട്ട് ചെയ്യുന്നില്ല, ഒറ്റയടിക്കാണ് ചെയ്യുക. അപ്പോൾ പക്ഷേ മേലത്തെ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞി കേക്ക് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആക്കാനുള്ള ക്രീം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മളത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒറ്റ ട്രിപ്പിൽ തന്നെ സംഭവം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സെറ്റാക്കുക എന്നുള്ളതിൻ്റെ ഫുൾ എന്താ പറയുക വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കേക്കും കൂടെ എടുത്ത് ഫ്രിഡ്ജിൽ ഞാൻ ഫ്രീസറിൽ വെച്ചു കേട്ടോ, കാരണം വളരെ സമയക്കുറവുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ഈ കേക്ക് സെറ്റ് ആവണം. ഇതിൻ്റെ മുകളിൽ വേറൊരു കേക്ക് സ്റ്റാക്ക് ചെയ്യണം. പിന്നെ ഫ്രീസറിൽ വെച്ചാൽ ക്രീമിനൊരു ടെക്സ്ചർ മാറുമല്ലോ, എന്താ പറയുക, നമുക്ക് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാലും കയ്യിലേക്ക് പറ്റി പിടിക്കാത്ത രീതിയിലേക്ക് വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റെൻസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും വിചാരിച്ചിട്ട് രണ്ടും മേലത്തെയും താഴത്തെയും ഞാൻ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു കുറച്ച് നേരം. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള മേലത്തെ 5 ഇഞ്ചിൽ ചെയ്ത കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അതെടുത്തിട്ടാണ് ഇപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. പല കോളും വരാറുണ്ട്, മെസ്സേജ് വരാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ഇന്നലെ ഞാൻ ഷോപ്പിൽ പോയ സമയത്ത് ഒരു കോൾ വന്നു. റീജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയാണ് വിളിച്ചത് കേട്ടോ. ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ക്യാരറ്റ് കേക്കിന് വെന്ത് വരുന്ന സമയത്ത് നടുകുഴിഞ്ഞ് പോകുന്നുണ്ട്, ഓവനിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ നടുകുഴിഞ്ഞ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്താ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് വീണ്ടും നോക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഈ ക്യാരറ്റ് കേക്ക്, ഡേറ്റ് കേക്ക്, പ്ലം കേക്കൊക്കെ നല്ലോണം വേവ് കിട്ടണം, മെല്ലെ, അതായത് പതിയെ ചൂട് കിട്ടണം, പക്ഷേ കുറേ നേരം വേണം. അങ്ങനെയാണല്ലോ അത് വേവുന്നത്. അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. 160 ഡിഗ്രിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ചധികം നേരം ബേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ചേച്ചി വെച്ചിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മെസ്സേജ് കണ്ടു, അവരുടെ ആ ഒരു പ്രശ്നം സോൾവായി. അവരപ്പോൾ തന്നെ ആ ഒരു കേക്ക് ചെയ്തപ്പോൾ ആ ഒരു ഡിഗ്രി സെൽഷ്യസിൽ ചെയ്തിട്ട് കേക്ക് സക്സസ് ആയി, നടുകുഴിഞ്ഞില്ലാന്ന്. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കൊള്ളാലോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതായിരിക്കും കാരണം എന്നുള്ളൊരു ഊഹത്തിലാണ് പറയുന്നത്, എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, തല്ലരുത്. പക്ഷേ അതൊക്കെ എനിക്ക് വർക്കാവാറുണ്ട്, പിന്നല്ല. ഓക്കെ, എന്തായാലും സ്റ്റെൻസിൽ വർക്ക് നമ്മൾ സ്റ്റെൻസിലിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവണമെന്ന് ഞാൻ എവിടേക്കോ വീഡിയോയിൽ എപ്പോഴേക്കോ കണ്ടൊരു ഓർമ്മയിൽ ഞാനും കുറച്ച് ഓയിലൊക്കെ തടവി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടിയിരുന്നില്ല, പിന്നെയാണ് തോന്നിയത്. ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ ബാക്കി ക്രീമിലോട്ട്, അതായത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണല്ലോ നമ്മൾ കവർ ചെയ്യാനെടുത്തത്, അതിനകത്തേക്ക് വീണ്ടും കുറച്ച് പാപ്പിലോണിൻ്റെ ജെൽ ഫുഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിഫായൊരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഇതുപോലെ കേക്കിൽ കളറ് ഡ്രോപ്പ് ചെയ്തിട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ലൂസായി പോകില്ല കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് വിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റെൻസിൽ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത ആ സൈഡ് കേക്കിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എടുത്തിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് മെല്ലെ വളരെ സോഫ്റ്റായിട്ട്, അധികം പതിയുന്ന രീതിയിലല്ല, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറയുന്ന കേട്ടാൽ വിചാരിക്കും ഇതിപ്പോൾ ഔട്ട്പുട്ട് ഭയങ്കര സക്സസ് ആണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഔട്ട്പുട്ട് നല്ല കോമഡിയാണ്. നല്ലോണം ഐസിങ് ചെയ്ത കേക്കായിരുന്നേ. ഇത് പറിച്ചപ്പോൾ മൂപ്പരെല്ലാവരും കൂടി എൻ്റെ കൂടെ പോകും. ഞാൻ വിചാരിച്ചത് ഇടണോ, പിന്നെ വിചാരിച്ചു ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാണ്, അല്ലാണ്ട് ഇതൊരു ട്യൂട്ടോറിയലോ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ കിട്ടും അങ്ങനെയൊന്നുമല്ല. എനിക്ക് കിട്ടിയ പണി അതാണ്. കുഴപ്പമില്ല, വീട്ടിലേക്കല്ലേ. അതാ ഇത് പറിക്കുന്ന സമയത്തുണ്ടല്ലോ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, എല്ലാം അതിൻ്റെ ആ വൈറ്റ് ക്രീമാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുക നമ്മളിത് ഐസിങ് ചെയ്ത ഉടനെ ചെയ്താൽ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമോ എന്നൊക്കെ തോന്നാം. എന്തായാലും ഇതൊരു പണി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇത് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞാൻ സക്സസ് ആക്കി പഠിച്ചെടുത്തിട്ട് തന്നെ കാര്യം കേട്ടോ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റെൻസിൽ വർക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് അത് പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ്, കുറച്ച് ടിപ്സൊക്കെ അന്നേരം കിട്ടും, എവിടുന്നെങ്കിലും കിട്ടും. അപ്പോൾ അതുമായിട്ട് ഞാൻ വരും. ആ വീഡിയോയിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങളോട്, ഓയിൽ സ്പ്രെഡ് ചെയ്താൽ ഗുണമായിന്നോ അല്ലേ എന്നുവെച്ചാൽ ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തപ്പോൾ കിട്ടിയില്ല, എന്താവോ കാരണം അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഇതിൻ്റെ കാര്യത്തിൽ അറിയുന്ന ആൾക്കാർ വെച്ചാൽ കുറേ ബേക്കേഴ്സ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും, അവരൊക്കെ ഇതിൽ പുലികളായിരിക്കും. ആ പുലികളെ കുറച്ച് ടിപ്സൊക്കെ എനിക്കും കൂടെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ സിമ്പിൾ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ. അതാ പണി കിട്ടി. ആ എടുത്തതിൻ്റെ അറ്റം ഉണ്ടല്ലോ നല്ലോണം അവിടെ തട്ടി ഒരു വര. അത് ഞാൻ പിന്നെ ക്ഷമയില്ലാതെ സ്പീഡിലെടുത്തിട്ടാണ്, കുഴപ്പമില്ല. ഇത് നമ്മൾ കേക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം വീട് പോലെ തന്നെ മുറ്റത്ത് തന്നെയാണ് മറ്റേ വീടും. അതുകൊണ്ട് പിന്നെ സ്റ്റാക്കിങ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ സ്റ്റിക്കൊന്നും കുത്തി കൊടുക്കുന്നൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു 2 ടയർ നല്ല രീതിക്ക് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു കാര്യങ്ങളും അറിയാതെയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്ത ടയർ കേക്ക് എന്ന് പറയുന്നത് 3 ടയർ കേക്കാണ് കേട്ടോ. 3 ടയർ എന്ന് പറഞ്ഞുകൂടാ, അത് 4 ടയർ ആയിരിക്കണം. അതിൻ്റെ ഫോട്ടോ ഞാനിതിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ആ അതെന്താ സംഭവം എന്ന് വെച്ചാൽ 4 ടയർ എന്ന് പറയാൻ കാരണം അതിൻ്റെ മുകളിലൊരു മിക്കി മൗസിനെയും കൂടെ ഞാൻ ഫോണ്ടൻറ്റിൽ, അതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. ആ ഒരു മിക്കി മൗസിനെ ഉണ്ടാക്കിയതൊക്കെ ആദ്യമായിട്ട് ഫോണ്ടൻറ്റ് കയ്യിൽ പിടിച്ച ദിവസമാണ് അതൊക്കെ. അങ്ങനെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന്. ആ കേക്ക് ഞാൻ ഒരു സ്റ്റിക്ക് പോലും, ഒരു ഈർക്കിൾ പോലും കുത്തിയിട്ടില്ല കേട്ടോ. അതത്രയും ഞാൻ കുത്തി പിടിച്ച് എല്ലാം പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത് ഓട്ടോയിലാണ്. ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ചേച്ചീൻ്റെ മോളെ ബർത്ത്ഡേക്കാണേ. ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് മക്കളെ വഴി മാറിപ്പോയി. ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇപ്പുറത്ത് റോഡ് പണി നടക്കുക, നമുക്ക് ഇപ്പുറത്ത് കൂടെ പോകാം. പോയ സമയത്ത് ആദ്യം കട്ട് റോഡ് എന്നൊക്കെ പറയൂലേ, കല്ലും മുള്ളും അതുപോലെ ഓട്ടോന്ന് ഇരുന്ന് ഞാനിങ്ങനെ ചാടുകയാണ്. അപ്പം ഞാൻ തീരുമാനമായി, കേക്ക് തീരുമാനമായി എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ വഴി അപ്പുറത്ത് അടച്ചുണ്ട്, അത് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിൽ അധികം ഈ ഒരു റോഡിൻ്റെ മുകളിൽ നിന്നുള്ള ഡാൻസാണ് കേക്കും കൊണ്ട്. അതെല്ലാം കഴിഞ്ഞൊരു 4.5 മണിക്കൂറൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തുന്നത്. അത്രയും ദൂരത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ കേക്കുമാണ്, നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അതെന്തായാലും പണി കിട്ടിയിട്ടുണ്ടാവും, എന്നുവെച്ചാൽ ഫോണ്ടൻ്റെല്ലാം മുരുകി ഒലിച്ച് പോയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ച് അവിടെ പോയി ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയോ അതുപോലെ ഇരിക്കുന്നുണ്ട്. മിക്കി മൗസിന് പോലും ഒരു പരാതിയില്ല. മൂപ്പരും നല്ലോണം എൻജോയ് ചെയ്ത് വന്നതെന്ന് തോന്നും കേട്ടോ. അവിടെ എത്തിയപ്പോൾ അത് പക്ഷേ എനിക്കൊരു അനുഭവമായി. കാരണം അത്രയും മണിക്കൂറുകൾ ഞാൻ ഉള്ളിൽ ടെൻഷൻ അടിച്ചല്ലോ. പക്ഷെ അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഇങ്ങനെയൊക്കെ ചെയ്താലും കേക്കിനൊന്നും പറ്റൂല എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ.